പന്തയിൽ വെച്ചിട്ടും അതും പരാജയപ്പെട്ട് നഷ്ടമാകുന്നു. അങ്ങനെ ദുര്യോധനൻ സാമ്രാട്ടായി മാറുന്നു. ശേഷം അരങ്ങി പരിചയപ്പെടാം. ദുര്യോധനൻ, നീരജ അനിൽകുമാർ, ശകുനി, ആദികൃഷ്ണൻ, പാഞ്ചാലി, വൈഗ വിനോദ്, ശ്രീകൃഷ്ണൻ, നിവേദ്യ വിനോദ്, ദുശാസൻ, ലക്ഷ്മി എസ് ചന്ദ്രൻ, യുധിഷ്ഠിരൻ, നവനീത് കൃഷ്ണൻ, ഭീമൻ, കൃഷ്ണപ്രസാദ്, അർജുൻ, അനാമിക മനോജ്, നകുല സഹദേവന്മാരായി അരുണിമ രതീഷ്, അനുപമ രതീഷ്, വികർണനായി നന്ദന കൃഷ്ണ, അനുഗ്രഹം. അവസാനം നിനക്ക് നിന്റെ സാമ്രാജ്യവും നഷ്ടപ്പെട്ടിരിക്കുന്ന യുധിഷ്ഠിര, നീ ഇപ്പോൾ എനിക്ക് ദാസനായി മാറിയിരിക്കുന്നു. ഇനി മുതൽ നാമാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ നാഥൻ, നാമാണ് ഈ സാമ്രാജ്യം. നമ്മുടെ കയ്യിലുള്ളത് സർവ്വതും നഷ്ടമായി. നമ്മുടെ സഹോദരന്മാർ മന്ദയവസ്ഥമായി പോകുന്നു. ഇനി നമ്മുടെ കയ്യിൽ ഒന്നും തന്നെയില്ല. ഇതോടെ ഈ കളിയുടെ അവസാനം നാം നമ്മുടെ സഹോദരന്മാർക്കൊപ്പം പോവുകയാണ്, ഇവിടെ നൽകുകയാണ്. മാതുല, ആ ദാസൻ യുധിഷ്ഠിരൻ പോകുന്നു. നിങ്ങൾ സാമ്രാട്ടിൽ അല്ല, ദാസൻ യുധിഷ്ഠിര, അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ നിന്ന് പോകുവാൻ സാധിക്കും? ചോദ്യങ്ങളിൽ ഇനിയും അവസാനിച്ചിട്ടില്ല. അവസാനിച്ചിരുന്നു. അതെ, അവസാനിച്ചിട്ടില്ല. ഇനി ഒന്നുകൂടെ അങ്ങയുടെ പക്കലുണ്ടല്ലോ പന്തയം വയ്ക്കാൻ. നാം നമ്മുടെ പക്കലുള്ള നമുക്ക് അവകാശപ്പെട്ടതെല്ലാം പന്തയം വെച്ച് നഷ്ടപ്പെടുത്തിയിരിക്കും. ഇനി എന്താണ് അവശേഷിച്ചത് പറയുമാറില്ല. ഒന്നുണ്ട്, അങ്ങയുടെ പ്രിയവക്തി ദ്രൗപദി. പാഞ്ചാലിയോ? അതെ, നാം നമ്മുടെ പത്നി ഭാനുമതിയെ ഇവിടെ പന്തയം വെക്കുന്നു. പകരം നിങ്ങൾ നിങ്ങളുടെ പത്നി ആ ദ്രുപദ കന്യക ദ്രൗപദിയെ പന്തയം വെക്കണം. ഇപ്രകാരം പ്രവർത്തിക്കരുത്. ഇത് ഉചിതമല്ല. നമുക്ക് സാധ്യമല്ല. പാഞ്ചാലിയെ പന്തയം വെക്കുന്നത് നമുക്ക് അസംഭവ്യം തന്നെ. ഇത് നമ്മുടെ ആജ്ഞയാണ് ദാസ. തന്റെ യജമാനന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് ദാസന്റെ ധർമ്മമാണ്. എന്തുകൊണ്ട് സംഭവ്യമല്ല? അവകാശമുള്ളതും അഭിമാനിക്കുന്നതുമായതാണ് ഇവിടെ പന്തയം വയ്ക്കുന്നത്. അവിടുത്തെ പത്നി അഭിമാനിക്കുന്നില്ലേ? എങ്ങനെ അഭിമാനിക്കാനാണ് മാതുല? 5 പുരുഷന്മാർക്കൊപ്പം ജീവിതം പങ്കുവെക്കുന്ന ഒരു സ്ത്രീയിൽ ആരെങ്കിലും അഭിമാനിക്കണം? ഇല്ല ദുര്യോധന, ഞാൻ പാഞ്ചാലിൽ അഭിമാനിക്കുന്നു. അവളിലെ തപസ്സിലും ത്യാഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു. അവളുടെ പവിത്രതയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പക്ഷേ ഇത് അധർമ്മമാണ്, അധർമ്മമാണ്. അവിടുത്തെ പത്നിയിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ പന്തയം വെക്കുന്നത് എങ്ങനെ അധർമ്മമാകും യുധിഷ്ഠിര? ഈ കളി പൂർത്തിയാക്കാൻ ഇവിടെ നിന്ന് പോകുന്നത് ധർമ്മമല്ലല്ലോ ധർമ്മപുത്രരെ. വരൂ, വന്ന് കളിച്ചാലും. ഈ പകലിൽ 12 വീഴുന്നതെങ്കിൽ അവിടത്തേക്ക് അങ്ങയുടെ ധർമ്മപത്നി നഷ്ടമാകും. പകിട 12. അവിടുത്തേക്ക് അങ്ങയുടെ ധർമ്മപത്നി ദ്രൗപദിയെ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആ ദ്രുപദ കന്യക ദ്രൗപദിയും നമ്മുടെ ദാസിയായി മാറിയിരിക്കുന്നു. ദുശാസന,
ചെല്ലു, ആ ദാസി ദ്രൗപദിയെ ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവൾ വിസമ്മതിച്ചാൽ അവളുടെ കേശത്തിൽ പിടിച്ചു വലിച്ചെടുത്ത് ഈ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ആജ്ഞ പോലെ സാർ. ദുശാസന, നീ പവിത്രമായ പാഞ്ചാലിയുടെ കേശത്തിൽ സ്പർശിച്ചുകൊണ്ട് അത് അശുദ്ധമാക്കിയിരിക്കുന്നു. നിന്നെ നാം വധിക്കുന്നതിന് മുമ്പ് നിന്റെ മാരണം പിളർന്ന രക്തത്താൽ ഞാൻ പാഞ്ചാലിയുടെ കേശം കഴുകി ശുദ്ധമാക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ അഹങ്കാരം ഇല്ലാതായോന്ന് അയാളുടെ മുഖം നോക്കിയാൽ മതി. ദുശാസന, ആ അഹങ്കാരിയായ സ്ത്രീയുടെ മുഖം കാണിക്കും. ഇതെന്ത് കളിയാണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഈ സഭയിൽ അടങ്ങിയിരുന്നത്? നാം ഈ കുരുവംശത്തിന്റെ കുലവധുവല്ലേ? നമ്മെ ലക്ഷ്യയല്ലേ ഈ ഹസ്തിനപുരം സ്വീകരിച്ചത്? എന്നിട്ട് എന്തിനാണ് നമ്മെ ഈ പ്രകാരം ഈ സഭയിലേക്ക് വലിച്ചു